എന്താമ്മേ, വരുൺ റെഡിയായി കഴിഞ്ഞില്ലേ? അത് ഞാനല്ലല്ലോ നോക്കുന്നത്, സൂര്യയാണ് അതിന്റെ ഇൻചാർജ്. ഈ വിവാഹം നടക്കുന്നതില് ഏറ്റവും വലിയ സന്തോഷം അവന്. അവൻ സ്വന്തം അനുജത്തിയായി കണ്ട കുട്ടിയല്ലേ ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നത്. ഒരു കണക്കിന് ആള് കുറഞ്ഞുള്ള ഈ ചടങ്ങ് തന്നെയാ നല്ലത്. ഇല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാ. ആരൊക്കെ വന്നു, ആരൊക്കെ വന്നില്ല, ഇറങ്ങാൻ സമയമായോ ഇല്ലയോ, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. കുറെ കാലായിട്ട് നമ്മുടെ വീടിന് മുകളിൽ ഒരു കാർമേഘം ഉണ്ടായിരുന്നു. ഇപ്പോ അതങ്ങ് ഒഴിഞ്ഞുപോയി. ഇനിയെങ്കിലും കണിമംഗലത്തൊരു ആശ്വാസം ഉണ്ടാവട്ടെ. എന്താ ഉർവശി, ചന്ദ്രശേഖരനെ ഇതുവരെ കാണാത്തത്? ചന്ദ്രേട്ടൻ നല്ല തിരക്കില. ഞാൻ അറിയാത്ത എന്ത് തിരക്കാ അവനുള്ളത്? അച്ഛാ, ചെറിയച്ഛനെ സ്വല്പം പിണക്കമുണ്ട്. ചെറിയച്ഛൻ ഏർപ്പാടാക്കിയ വക്കീല് എല്ലാവരെയും ചതിച്ചു എന്നൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ. അത് സത്യമല്ലേ? വരുണിനെയും രാധികയും പുറത്തിറക്കാൻ വേണ്ടി കോടതിയില് അയാള് സംസാരിച്ചിരുന്നില്ലല്ലോ. അതല്ലേ എല്ലാവരും പറയുന്നേ. അപ്പൊ പിന്നെ അങ്ങനെ ഒരാളെ മാറ്റിയതിൽ എന്താ കുഴപ്പം? ചെറിയമ്മേ, വക്കീലിനെ മാറ്റിയ കാര്യത്തിലും പുതിയ വക്കീലിനെ വെച്ച വിഷയത്തിലൊക്കെ ചെറിയച്ചനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ മംഗളകരമായ ഒരു കാര്യത്തിന് പോകുന്നുണ്ട്, അത് വേണ്ട. വിട്ടേക്കേട്ടാ, ഇനിയെങ്കിലും നമ്മുടെ കുടുംബത്തില് എല്ലാവരും ചേർന്ന് ഒരു ഐക്യം ഉണ്ടാവണം. പരസ്പരം വേർതിരിഞ്ഞ് മത്സരിച്ച് സത്യം പറഞ്ഞാ നമ്മുടെ കുടുംബത്തിന്റെ ഘടന തന്നെ തെറ്റിപ്പോയി, അല്ലേ അച്ഛാ? ആ, എല്ലാറ്റിന്റെയും ഒരു അവസാനമായിട്ടാണ് വരുണിന്റെയും രാധികയുടെയും വിവാഹം ഞാൻ കാണുന്നത്. ഇവിടെ നിന്നങ്ങോട്ട് എല്ലാവരും അവരവരുടെ പെരുമാറ്റം കുറച്ചൊക്കെ നിയന്ത്രിക്കണം. പത്മിനി, ഏത് വീടിന്റെയും നടുത്തളത്തിലേക്ക് പ്രശ്നം എത്തുന്നത് അടുക്കളയിൽ നിന്നാണ്. അത് ശ്രദ്ധിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. പത്മിനി നോക്കാൻ മറന്നാല് അത് ഞാൻ നോക്കിക്കൊള്ളാം. രാധിക മോൾ എന്നിങ്ങോട്ട് വന്നോട്ടെ. ശരി ശരി, ഇന്നിപ്പോ അതിനെ ചൊല്ലി വേറൊരു സംസാരം വേണ്ട. നമുക്ക് ഇറങ്ങാൻ സമയമില്ലേ? ഇറങ്ങാം. എന്നാൽ ഇനി വൈകണ്ട. ആ വരുൺ, പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുന്നില്ലേ? ശരി അച്ഛാ. ഈശ്വര, രാധികയുടെ വിളി കേൾക്കുന്ന ദൈവം, അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. എന്നും എപ്പോഴും അവിടുത്തെ ഭക്തയായ രാധിക എന്നെക്കൊണ്ട് അയാൾക്ക് കൊടുക്കാവുന്ന സന്തോഷം മുഴുവൻ ഞാൻ അയാൾക്ക് കൊടുക്കും. അനുഗ്രഹമായിട്ട് കൂടെ ഉണ്ടാവണം. ഭഗവാനെ, എല്ലാരും ആക്ഷേപിക്കുമ്പോഴും എന്റെ പ്രതീക്ഷ അവിടുത്തെ അനുഗ്രഹത്തിൽ മാത്രമായിരുന്നു. ഒടുവിൽ അങ്ങയുടെ അനുഗ്രഹം പോലെ വരണം ഞാനും ഒന്നിക്കുക. മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വരണ് പ്രിയപ്പെട്ടവളായി, ആ കുടുംബത്തിന് പ്രിയപ്പെട്ടവളായി ജീവിക്കാനുള്ള അനുഗ്രഹം മാത്രം തന്നാ മതി. അതെ, ഭഗവാനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇറങ്ങാനാ പറയുന്നത്. എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അതിന്റെ അവസാനം ഭഗവാന്റെ മുന്നില. ഈ പൂജാമുറിയില് മോളുടെ കണ്ണീര് വീണതിന് കണക്കില്ല. പലപ്പോഴും ഞാൻ ദേവേട്ടനോട് പറയും, പൂജാമുറി ഇവള് കണ്ണീര് കൊണ്ട് കഴുകുകയെന്ന്. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും ഈശോയെ.
അതിന്റെ തെളിവാണ് ഇപ്പൊ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ആഭരണങ്ങൾ കിട്ടിട്ട് മോളുടെ വിവാഹം നടത്തണമെന്ന ആഗ്രഹം അച്ഛൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നെങ്കിലും അച്ഛനെ കൊണ്ടത് കഴിയുമ്പോ അച്ഛനത് ചെയ്യും. അച്ഛനോട് കണക്ക് പറയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ തീർക്കാൻ പറ്റാത്ത എത്രമാത്രം കണക്കുകളുണ്ട് നമ്മൾ തമ്മില്. ഞാൻ ജീവിക്കുന്നതിന്റെ, ഞാൻ ശ്വസിക്കുന്നതിന്റെ, ഞാൻ ഈ ലോകം കാണുന്നതിന്റെ, അതിന്റെ ഒക്കെ കണക്കില്ലേ? എന്നെ വഴിവക്കിൽ കണ്ടപ്പോ അച്ഛൻ തിരിഞ്ഞു നടന്നിരുന്നെങ്കിൽ ഈ ഞാൻ ഉണ്ടാവുമായിരുന്നു അച്ഛ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നു മോളെ? എനിക്ക് സ്വത്തോ സമ്പത്തോ തന്നില്ല എന്ന് കരുതി അച്ഛനൊരിക്കലും വേദനിക്കരുത്. ഈ ജീവിതം തന്നെ അച്ഛൻ എനിക്ക് തന്ന സ്വത്താ. ഭക്തിയാ അച്ഛൻ എനിക്ക് തന്ന സമ്പാദ്യം. വക്കീലെ, എവിടെയെങ്കിലും ദരിദ്രരായ മാതാപിതാക്കളെ വിഷമിക്കുന്നത് കണ്ടാൽ എന്നോടൊന്നും പറയണട്ടോ. ഞാൻ എന്റെ ഈ മോളെ അങ്ങോട്ട് അയച്ചു തരാം. ഇവിടേക്കാൾ നന്നായിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല.